LGS പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശം റാണിപുരം. സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിൻ്റെ മിനി ഊട്ടി എന്നറിയപ്പെടുന്നത് അരിമ്പ്രാമല, മലപ്പുറം. പാവങ്ങളുടെ ഊട്ടി, പാലക്കാടൻ കുന്നുകളുടെ രാജ്ഞി എന്നിങ്ങനെ അറിയപ്പെടുന്നത് നെല്ലിയാമ്പതി, പാലക്കാട്. ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലം ഏത്? നെല്ലിയാമ്പതി. മലപ്പുറത്തെ ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശം കൊടിക്കുത്തിമല. ഇന്ത്യയിലെ ആദ്യ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാറാട്ടുകോണം, തിരുവനന്തപുരം. പ്രാചീന കാലത്ത് ചൈനയുമായി വിപുലമായ വ്യാപാര ബന്ധമുണ്ടായിരുന്ന സ്ഥലം ഏത്? കൊല്ലം. ചീന കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊല്ലം. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരം പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാത കടന്നു പോകുന്ന ചുരമേത്? ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 744. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരം പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരമേത്? പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം പുനലൂർ, കൊല്ലം. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. വയനാട് ചുരം അറിയപ്പെടുന്ന മറ്റൊരു പേര് താമരശ്ശേരി ചുരം. സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി ആര്? കരിന്തണ്ടൻ. കേരളത്തിലെ ഏറ്റവും പ്രധാന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്, അതായത് ചെങ്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലക്കടല, കരിമ്പ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാട്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനം മാരാമൺ കൺവെൻഷൻ നടക്കുന്ന ജില്ല പത്തനംതിട്ട ജില്ല, പമ്പാ നദിയുടെ തീരത്ത്. പ്രാചീന കാലത്ത് ബുദ്ധമതം ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടായിരുന്ന ജില്ല ആലപ്പുഴ. ശ്രീമൂലവാസം ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം കുട്ടനാട്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്നത് കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി അല്ലെങ്കിൽ വർഷകാലം എന്നിങ്ങനെ അറിയപ്പെടുന്നു. വടക്ക് കിഴക്കൻ മൺസൂൺ തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. തുലാവർഷം ഒക്ടോബർ ടു നവംബർ. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടി, വയനാട്. വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന പ്രദേശം ലക്കിടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം, എറണാകുളം. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ. കേരളത്തിലെ നെതർലാൻഡ്സ്, കേരളത്തിൻ്റെ ഡച്ച്, കേരളത്തിൻ്റെ നെല്ലറ, പമ്പയുടെ ദാനം എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുട്ടനാട്. കേരളത്തിൻ്റെ കിരീടം എന്ന വിശേഷണമുള്ള ജില്ല കണ്ണൂർ. ഭൂരഹിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ. കേരളത്തിൻ്റെ പാരീസ് എന്നറിയപ്പെടുന്ന സ്ഥലം തലശ്ശേരി. ആലുവ പുഴ, കാലടി പുഴ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന നദി പെരിയാർ. പെരിയാർ പതിക്കുന്ന കായൽ വേമ്പനാട്ട് കായൽ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി പെരിയാർ. പെരിയാറിൻ്റെ പോഷക നദികൾ മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ചാംകുട്ടിപ്പുഴ, പെരുന്തുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ. പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? സഹ്യപർവ്വതത്തിലെ ശിവഗിരിമല. അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ ഏത് പേരിലാണ് പരാമർശിച്ചിരിക്കുന്നത്? ചൂർണി. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകൽത്തേരി, കാട്ടാക്കട. ഇന്ത്യയിലെ ആദ്യ വ്യവഹാരരഹിത വില്ലേജ് പരവൂർ, തൃശ്ശൂർ ജില്ല. മലമ്പുഴ റോക്ക് ഗാർഡൻ്റെ ശില്പി നെക്ക് ചന്ദ്. കേരളത്തിലെ ആദ്യ റോക്ക് ഗാർഡൻ സ്ഥാപിതമായതെവിടെ? മലമ്പുഴ, പാലക്കാട്. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് കണ്ണാടി, പാലക്കാട്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല പാലക്കാട്.
കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി, അക്ഷയ, കുടുംബശ്രീ പദ്ധതി എന്നിവ ആദ്യം നടപ്പിലാക്കിയ ജില്ല മലപ്പുറം. കേരളത്തിലെ ആദ്യ സ്ത്രീധന രഹിത പഞ്ചായത്ത് നിലമ്പൂർ. ആദ്യ പുകയില വിമുക്ത നഗരം കോഴിക്കോട്. വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? ഇടുക്കി. റിസർവ് വനം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത്? ആലപ്പുഴ. കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല പത്തനംതിട്ട. കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നതെവിടെ? മറയൂർ. മറയൂർ ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാണ്? കോന്നി. ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം വിയ്യാപുരം ഹരിപ്പാട്.